എണ്ണ കണ്ടെത്തിയതോടെ അതിൻ്റെ പ്രയോജനം ഗൾഫ് നാടുകളേക്കാളേറെ ലഭിച്ചത് കേരളത്തിനാണ്. നാം അത് മനസ്സിലാക്കുന്നില്ല. ഭൂഗർഭത്തിൽ നിന്ന് മണലാരണ്യത്തിലേക്കുള്ള എണ്ണയുടെ വരവ് അറേബ്യൻ ഭൂവിഭാഗത്തിലെ ദാരിദ്ര്യം തുടച്ചു നീക്കിയതിൻ്റെ കഥകളാണ് നാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേട്ടത്. എണ്ണ എന്ന ഇന്ധനം കേരളത്തിലെ ഓരോ കോണിലുമുണ്ടാക്കിയ മാറ്റങ്ങളും നാം അറിഞ്ഞു. എണ്ണയുടെ പിറവിയോടെ മരുഭൂമി മലയാളിയുടെ പ്രതീക്ഷയായി മാറി. ഭൂമിയുടെ പൊക്കിൾ കീറി പുറത്തെടുത്ത ഈ ഇന്ധനം സൃഷ്ടിച്ച അത്ഭുതങ്ങളും അതിൻ്റെ ആശങ്കാജനകമായ പതനവും വിശദീകരിക്കുകയാണിവിടെ. എണ്ണയുടെ ഒഴുക്കിലൂടെയുണ്ടാകുന്ന മാറ്റങ്ങളോരോന്നും കേരളത്തെ ആഴത്തിൽ ബാധിക്കുന്നു. ചരിത്രത്തിൻ്റെ ഗതി മാറ്റിമറിച്ച അത്ഭുതമാണ് നാം കണ്ടത്. ഭൂമിയുടെ തൊലി കീറി പുറത്തു വന്ന ഒരു ദ്രാവകത്തിന് ഭൗതിക ലോകത്തിൻ്റെ അവസ്ഥ മാറ്റിമറിക്കാനുള്ള ഇത്രയും അത്ഭുതശേഷിയുണ്ടെന്ന് ലോകം മനസ്സിലാക്കിയതോടെ അറബ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രവും ആകർഷണവുമായി മാറി. അറബ് രാജ്യങ്ങളിൽ ആദ്യം എണ്ണയുടെ ഉറവിടം കണ്ടെത്തിയത് കുവൈത്താണ്. മേജർ ഫാറൂഖ് ഹോൾമൻസ് എന്ന ന്യൂസിലൻഡുകാരനാണ് ഇത് കണ്ടെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്. കുവൈത്തികൾ അദ്ദേഹത്തെ എണ്ണയുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. എണ്ണയുടെ മാസ്മരശക്തി പാശ്ചാത്യ പൗരസ്ത്യ ഭേദങ്ങളില്ലാതെ അവികസിതവും വികസ്വരവും സമ്പന്നവുമായ രാഷ്ട്രങ്ങളെ ഗൾഫ് മേഖലയിലേക്ക് കോർത്തുവലിച്ചു. അറബികളുടെ പൊതുസ്വത്തായ എണ്ണപ്പാടത്തിൽ സ്വാധീനം ചെലുത്താനും എണ്ണയുടെ ക്രയവിക്രയത്തിൽ പിടിമുറുക്കാനുമുള്ള പാശ്ചാത്യ ശക്തികളുടെ ശ്രമം ഗൾഫ് മേഖലയെ ഇന്ന് ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിലെത്തിച്ചിരിക്കുകയാണ്. എണ്ണയുടെ സമൃദ്ധി പൂത്തുനിൽക്കുന്ന ഗൾഫ് മേഖല തങ്ങളുടെ വലയത്തിലാക്കുക എന്ന ബിസിനസ് എക്കോണമി കാണിക്കുന്ന പരാക്രമങ്ങളാണ് മധ്യപൗരസ്ത്യ ദേശത്ത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എണ്ണയുടെ സ്വാധീനം ഗൾഫ് യുദ്ധങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നു കാണിക്കാൻ ചില ഉദാഹരണങ്ങൾ. പശ്ചിമേഷ്യയിൽ നടന്ന എല്ലാ യുദ്ധങ്ങളുടെയും അടിസ്ഥാന കാരണം എണ്ണയാണെന്ന് സെൻറ്റർ ഫോർ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ പറയുന്നു. ഒന്നാം ഗൾഫ് യുദ്ധത്തെക്കുറിച്ച് മിലാൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിലെ കണക്കുകൾ ഇങ്ങനെ: 1991 ഗൾഫ് യുദ്ധത്തിൻ്റെ ചെലവ് $40 ബില്യൺ. ഈ തുകയിൽ $10 ബില്യൺ അമേരിക്കയും $30 ബില്യൺ കുവൈത്തും സൗദി അറേബ്യയും സംയുക്തമായി ചെലവാക്കി. അവർ ഈ തുക കണ്ടെത്തിയത് പെട്രോളിൻ്റെ വില ഭീമമായി വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു. യുദ്ധത്തിന് മുമ്പ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില $15 ഉയർത്തി. എണ്ണയെ മുഖ്യ ഘടകമാക്കി നിർത്തി ഗൾഫ് രാജ്യങ്ങൾ യുദ്ധം വളർച്ചാ തന്ത്രമാക്കി മാറ്റുന്നു എന്നാണല്ലോ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എണ്ണ ലോകം ഭരിക്കുന്നു. എണ്ണയുടെ കണ്ടുപിടുത്തത്തോടെ യക്ഷിക്കഥകളിൽ മാത്രം കേൾക്കുന്ന അത്ഭുതങ്ങളാണ് അറബ് ലോകം കണ്ടത്. ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന മരുഭൂമികൾ ചരിത്രത്തിലെ സമ്മോഹന അധ്യായങ്ങൾ എഴുതി ചേർത്തു. ഗൾഫിലെയും കേരളത്തിലെയും ഓരോ പ്രഭാതവും വളർച്ചയുടെ പുതിയ കഥകൾ കേട്ടുണർന്നു. ഭൂഗർഭത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു ഇന്ധനം ലോകം ഭരിക്കാൻ തുടങ്ങിയത് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകർ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് കുറയുമ്പോൾ പടിഞ്ഞാറൻ നാടുകൾ അസ്വസ്ഥരാകുന്ന ഒരവസ്ഥയോളം കാര്യങ്ങളെത്തി. ചരിത്ര നിരീക്ഷകരെല്ലാം എണ്ണ സൃഷ്ടിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് പ്രശംസിച്ചും വിലയിരുത്തിയും ഗ്രന്ഥങ്ങൾ എഴുതി. എണ്ണവില വർധനയെ സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ എല്ലാ പാശ്ചാത്യ ഭരണാധികാരികളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അറബ് രാജ്യങ്ങളെയാണ്. അമേരിക്കൻ സമ്പദ്ഘടനയുടെ താക്കോൽ അറബ് നാടുകളുടെ കയ്യിലാണെന്ന് അമേരിക്കൻ ജനത വിശ്വസിക്കുന്നു. അമേരിക്കൻ സെനറ്റിൽ വരെ ഈ അഭിപ്രായം ഉയർന്നുവരികയുണ്ടായി. ഗൾഫ് നാടുകളിൽ ആശങ്ക. കാലചക്രം തിരിയുന്നതിനനുസരിച്ച് ദേശീയ തലത്തിൽ സംഭവിക്കുന്ന പെട്രോൾ വിലയിടിവ്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ, എണ്ണയ്ക്ക് തുല്യമായി മറ്റൊരു ഇന്ധനം കണ്ടുപിടിക്കാൻ പാശ്ചാത്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഗൾഫ് ഭരണാധികാരികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഉത്പാദനം നിയന്ത്രിച്ച് ഒപെക് രാഷ്ട്രങ്ങൾ എണ്ണ വിപണിയുടെ മേധാവിത്വം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക കണ്ണുരുട്ടുമ്പോൾ അറബ് ലോകം ഭയന്നു വിറയ്ക്കുന്നു. സാമ്പത്തിക പ്രയാസം കാരണം പല രാജ്യങ്ങളും പെട്രോളിൻ്റെ ഉപയോഗം വെട്ടിക്കുറച്ചു കൊണ്ടിരിക്കുന്നതും അറബ് രാജ്യങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പെട്രോളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അതിൻ്റെ ഉത്പാദന ചെലവിന് പോലും മതിയാവാതെ വന്നപ്പോൾ
പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഉൽപ്പാദനം നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നതും ഈ രംഗത്തെ മറ്റൊരു പ്രതിഭാസമാണ്. ഇത്തരം കാരണങ്ങളാൽ എണ്ണ രാജ്യങ്ങളുടെ പ്രതാപവും യശസ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മിഡിൽ ഈസ്റ്റ് ഡൈജസ്റ്റ് പത്രാധിപർ ഡോക്ടർ ക്രിസ്റ്റോഫർ മാക്രത്തിൻ്റെ അഭിപ്രായം അറബ് ലോകം ഗൗരവപൂർണമായാണ് വിലയിരുത്തുന്നത്. കാലക്രമേണ എണ്ണ അത്രയൊന്നും പ്രധാനമല്ലാത്ത ഇന്ധനമായി മാറുമെന്നും ചരിത്രത്തിൻ്റെ മാറ്റങ്ങൾ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നു. എണ്ണ ഖനനം ആശങ്കാജനകമാംവിധം നിലച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയായിരിക്കും ഇതെന്നും ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അറബ് ചരിത്രകാരനായ ഡോക്ടർ സഅദ് അൽ ഖുബ്രസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നു.